നമസ്കാരം. ഈ കഴിഞ്ഞ ജനുവരി 22-ന് അവസാനിച്ച ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ E3W അതുപോലെ തന്നെ E4W എന്ന് പറഞ്ഞ രണ്ട് മൈക്രോ മൊബിലിറ്റി കോൺസെപ്റ്റ് വാഹനങ്ങൾ ഹ്യുണ്ടായി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും ഹ്യുണ്ടായുടെ ലോഗോ കാണാൻ പറ്റില്ല. ഡിസൈൻഡ് ബൈ ഹ്യുണ്ടായി എന്നാണ് പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹ്യുണ്ടായി ആണെങ്കിലും ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുന്നത് TVS ആണ്. ഒരു ഹ്യുണ്ടായി TVS കൊളാബറേഷൻ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സമയത്ത് വണ്ടിയിൽ വരുന്ന ലോഗോ TVSന്റേതാവാനാണ് സാധ്യത. E4W E3W എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് 4 വീലറും അതുപോലെ തന്നെ ഇലക്ട്രിക് 3 വീലറും എന്നുമാണ് കേട്ടോ. നമുക്കറിയാം ഇത് താൽക്കാലികമായിട്ടിട്ടൊരു പേരായിരിക്കും അല്ലെ. പ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഇവർ തീർച്ചയായിട്ടും പേര് മാറ്റും. ഈ രണ്ട് മോഡലുകളും തമ്മിൽ കാര്യമായിട്ടുള്ള മാറ്റം 3 വീലറിന് ഹാൻഡിലും 4 വീലറിന് സ്റ്റിയറിംഗ് വീലുമാണ്. അതേപോലെ 3 വീലറിൽ മുന്നിൽ ഒരാൾക്കും 4 വീലറിൽ മുന്നിൽ രണ്ടാൾക്കും ഇരിക്കാം. സാധാരണ നമ്മൾ ഇവിടെ കണ്ടുവരുന്ന രീതി തന്നെ. ഇനി പിറകിലേക്ക് വരുമ്പോഴാണ് കാര്യമായ മാറ്റം വരുന്നത്. ഇത് ഇലക്ട്രിക് 3 വീലറുടെ പിറകിലെ ഭാഗമാണ്. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ പോലെ 3 പാസഞ്ചറിനെ വരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് മുന്നിലേക്ക് മടക്കി വെക്കാൻ സാധിക്കും. ശരിക്കും ഇത് സാധാരണ ഓട്ടോ പോലെയല്ല, ബാക്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഒരുപാട് കയറ്റി കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ പോലെ. അതുപോലെ തന്നെ മെഡിക്കൽ എമർജൻസി കാര്യങ്ങൾക്കും നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാം. ഇതിന്റെ കൂടെ ഒരു വീൽ ചെയറും ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ പിറകിൽ 2 ഡോറുകളുണ്ട്. ഒന്ന് മുകളിലേക്കും അതുപോലെ തന്നെ ഒന്ന് താഴേക്കും നമുക്ക് തുറക്കാം. ഈ താഴേക്ക് തുറക്കുന്ന ഡോറ് റോഡിനോട് തൊട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ വീൽ ചെയർ നമുക്ക് അകത്തേക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. ഒരു കൊമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് ഒക്കെ കണക്കിലെടുത്ത് സാധാരണ നമ്മൾ ഓട്ടോറിക്ഷയിൽ കണ്ടുവരാറുള്ള വീലുകളല്ല കൊടുത്തിരിക്കുന്നത്. കാറിന്റെ ഒക്കെ സെക്ഷൻ വരുന്ന വലിയ വീലുകളാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ പുതിയ കോൺസെപ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല അല്ലെ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പിറകിൽ സ്പേസ് കൂടുതൽ കൊടുത്ത് സീറ്റ് ഫോൾഡബിൾ ആക്കിയ സമയത്ത് ഒരു വണ്ടിയിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയായി മാറി. വളരെ ഉപകാരപ്രദമായ ഒരു ഡിസൈൻ. അതുപോലെ തന്നെ സാധാരണ ഓട്ടോറിക്ഷകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വാഹനങ്ങൾക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലെഗ് സ്പേസ് ഒരുപാടുണ്ട് പാസഞ്ചർക്കും ഡ്രൈവർക്കും. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമം കാര്യങ്ങൾ മാത്രമുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാറുകളിലൊക്കെ കൊടുത്ത പോലെ മുന്നിലും പിന്നിലും സീറ്റ് ബെൽറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതെന്ന് അല്ലെ. പിന്നെ ഈ വാഹനത്തിന്റെ പിറകിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാനും ഉണ്ട്, സാനിറ്റൈസർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടാതെ ഒരു കുടയും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ കൂടെ ഒരു കുട കൊടുക്കുന്നത് ഇതിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് റോൾസ് റോയ്സിൽ മാത്രമാണ്. എന്തായാലും കൊള്ളാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള മോഡൽ അല്ല, ഒരു കോൺസെപ്റ്റ് മോഡൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായത്, ഹ്യുണ്ടായി ഡിസൈൻ ചെയ്ത ഈ വാഹനങ്ങൾ TVS നിർമ്മിച്ച് ഇന്ത്യൻ റോഡുകളിൽ ഇറക്കുമെന്നും നിലവിൽ ഇന്ത്യൻ റോഡുകളിൽ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോകളുടെ വിലയുമായിട്ടായിരിക്കും കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്നാണ്. അതായത് ഏകദേശം 4 ലക്ഷം രൂപയ്ക്കടുത്ത്. എന്തായാലും കാത്തിരുന്ന് കാണാം.